ഹലോ നമസ്തേ. ഇന്നത്തെ വീഡിയോ നാം സംസാരിക്കാൻ പോണത് ആമവാദത്തിനെ കുറിച്ചാണ്. ആമവാദം അല്ലേ, എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആമവാദം ഒരു വാതരോഗമാണ്. നമ്മുടെ ആയുർവേദത്തിൽ 80ഓളം വാതരോഗം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ആമവാദം. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാതരോഗം എന്ന് പറഞ്ഞ സംഭവം എല്ലാ ആമവാദം എന്ന് വിചാരിക്കരുത്. 80ഓളം വാതരോഗം പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ അതിലൊന്ന് മാത്രമാണ് ആമവാദം. പേരിലുണ്ട് ആമവാദം അല്ലേ. അപ്പോൾ വാദം കൊണ്ടുണ്ടാവുന്ന ഈ രോഗം ആവുകൊണ്ട് അതിന് ആമവാദം എന്ന് വിളിക്കുന്നു. വാതജ ആമ പറയുമ്പോൾ ടോക്സിനാണ്. അത് നമുക്ക് വീഡിയോയിൽ കിടക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആമവാദം അതിനെ നമ്മുടെ മോഡേൺ കോറിലേഷൻ നോക്കുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ തന്നെയാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പറയുമ്പോൾ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡിയെ അറ്റാക്ക് ചെയ്യാൻ വരിക, നമ്മുടെ സെൽസിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, അതിനെ പോയി തടക്കും, അതിനെ അറ്റാക്ക് ചെയ്തിട്ട് നശിപ്പിച്ച് കളയും. പക്ഷേ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഹെൽത്തി സെൽസിനെ അറിയാതെ എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും, അതിനെ നശിപ്പിക്കാൻ നോക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസോർഡറാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ ഒന്നാണ് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. അപ്പോൾ ഞാൻ ഡോക്ടർ അതുൽ, ചീഫ് ഫിസിഷ്യൻ, ആരാധന ആയുർവേദ, മണ്ണാർക്കാട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആമവാദം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ ആയുർവേദ പ്രകാരം നോക്കുമ്പോൾ ശരീരത്തിൽ 70% രോഗം നമ്മുടെ മന്ദാഗ്നി അല്ലെങ്കിൽ നമ്മുടെ അഗ്നി അല്ലെങ്കിൽ നമ്മുടെ ദഹനക്കർ അല്ലെങ്കിൽ പചനം അതുകൊണ്ടുണ്ടാവുന്നതാണ്. ഒരു 70-80% രോഗവും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിച്ച ആഹാരം ദഹിക്കേണ്ട, ശരിക്കും ദഹനം നടക്കേണ്ട, ശരിക്കും പചിക്കേണ്ട, നമ്മുടെ അഗ്നിയൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് ആ രോഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ആമവാദം അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിച്ച ആഹാരങ്ങൾ എന്ത് ചെയ്യണില്ല, ശരിക്ക് ദഹിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്നുണ്ട് ആഹാരം, പക്ഷേ ദഹിക്കുന്നില്ല, ശരിക്കും ദഹിക്കാതിരിക്കും. അപ്പോൾ നമുക്ക് മലബന്ധം ഉണ്ടാവും, ശരിക്കുള്ള ഇവാക്യുവേഷൻ ശരിയാവില്ല ബവലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാവും, നമ്മൾ കഴിച്ച ആഹാരങ്ങളൊക്കെ അവിടെ കെട്ടിക്കിടക്കും. അടുത്ത ദിവസം നമ്മൾ പിന്നെയും വീണ്ടും അടുത്ത ആഹാരം എടുത്ത് കഴിക്കും, പക്ഷേ അത് ശരിക്കും ദഹിക്കില്ല, പിന്നെ അവിടെ കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്, ആയുർവേദത്തിൽ പറയും അതിനെ ആമ. അപ്പോൾ അതൊരു ടോക്സിൻ സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ആമ അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ആമ നമ്മുടെ ഓരോ സ്ഥലത്തേക്ക് പോകും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വാദം കൂടുമ്പോൾ വാദത്തിനൊരു ചില പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ ആമ എന്ത് ചെയ്യും, ഓരോ സ്ഥലത്തേക്ക് പോയി അക്യുമുലേറ്റ് ചെയ്യും. അത് ചെറിയ ജോയിൻറ്റ്സ് ആവാം, വലിയ ജോയിൻറ്റ്സ് ആവാം. മെയിൻലി ജോയിൻറ്റ്സ് ആണ്, മെയിൻലി സന്ധികളാണ് ഇതിലെന്ത് ചെയ്യണത്, ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഈ വാദം എന്ത് ചെയ്യും, ഈ ആമേനെ ഓരോ ജോയിൻറ്റ്സിൽ കൊണ്ടുപോയി അവിടെ അക്യുമുലേറ്റ് ചെയ്യും. അവിടെ നമുക്ക് എന്തുണ്ടാവും, വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ആമവാദം പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടുത്ത് നമുക്ക് കിടക്കാം അതിൻ്റെ കോസിനെ കുറിച്ച് അറിയാം. നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് ഈ ആമവാദം പറഞ്ഞ ഒരു രോഗം വരാനുള്ള കാരണം. അപ്പോൾ ആദ്യത്തെ പറഞ്ഞാൽ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ആ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി അല്ലേ. ഇപ്പോൾ നമ്മൾ അധികം വർക്കിനൊന്നും പോകാറില്ല, അധികം എക്സസൈസ് ചെയ്യാറില്ല. ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് മാക്സിമം ചെയ്യാൻ നോക്കും. പിന്നെ അധികം എക്സസൈസ് ഇല്ലാതിരിക്കുക, അത് ലാക്ക് ഓഫ് എക്സസൈസ്, അത് ഒരു കാരണമാണ്. അപ്പോൾ അധികം ഇപ്പോൾ IT കമ്പനി ആയാലും ബാങ്കിൽ ഇരുന്നുകൊണ്ടുള്ള വർക്കാണ്. പിന്നെ അങ്ങനെ തന്നെ നമുക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് വരെ കയറേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമായി. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ലാക്ക് ഓഫ് എക്സസൈസ്, സമയം കിട്ടാതിരിക്കുക, അതൊരു കാരണം തന്നെയാണ്. അപ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക, അതൊരു കാരണമാണ്. അപ്പോൾ ആ രണ്ട് കാരണങ്ങളുണ്ട്. രണ്ടും കോറിലേറ്റഡ് ആണ്. ഒന്ന് ലാക്ക് ഓഫ് എക്സസൈസും ഒന്ന് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും. മൂന്നാമത്തെ കാരണം പറയുമ്പോൾ വിരുദ്ധ ആഹാരം. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ നമുക്ക് ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡിൻ്റെ കാലഘട്ടമാണ്, നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രോസസ്ഡ് ഫുഡ്സ് അധികം സേവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, വിരുദ്ധ ആഹാരത്തിന് അധികം വിരുദ്ധ ആഹാരം പറയുമ്പോൾ 2 ആഹാരങ്ങൾ ഒരുമിച്ച് കഴിക്കാൻ പാടില്ലാത്ത 2 ആഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൂട്ടി കഴിക്കുന്നു. അപ്പോൾ 2 ആഹാരങ്ങൾ വിരുദ്ധമായിട്ട് നമ്മൾ രണ്ടും ഒരുമിച്ച് കഴിക്കുമ്പോൾ അതിന് വിരുദ്ധ ആഹാരം പറയും. അപ്പോൾ 18ഓളം കുറച്ച് വിരുദ്ധാഹാരം പറഞ്ഞിട്ടുണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്യാതെ. പിന്നെ അങ്ങനെ തന്നെ കോൾഡ് ക്ലൈമറ്റിൽ, അപ്പോൾ തണുപ്പ് കാലാവസ്ഥയിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അധികമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ എക്സ്പോഷർ ടു ദ കോൾഡ് ക്ലൈമറ്റ്, തണുപ്പ് കാലാവസ്ഥയിൽ അധികം എക്സ്പോസ് ചെയ്യാം. അങ്ങനെ തന്നെ രാത്രി ജാഗരണം, രാത്രി നമ്മളധികം ഉറങ്ങാതിരിക്കുക, ഒരു ലേറ്റ് നൈറ്റായിട്ട് നമ്മൾ ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താവും, വാദത്തിൻ്റെ സംഭവം കൂടും, വാദദോഷം കൂടും.
അപ്പോൾ അതുകൊണ്ടും നമുക്ക് ഈ ഒരു രോഗം വരാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് അച്ഛനോ അമ്മയ്ക്കോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ചില കാരണങ്ങൾ ആമവാദം വരാനുള്ള കാരണം. ഇനി ആമവാദം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസാണ് കാണിക്കുക അത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആമവാദം മെയിൻലി ജോയിൻസിനെയാണ്. ചെറിയ ജോയിൻസ് ആണെങ്കിലും വലുതാണെങ്കിലും ജോയിൻസിനാണ് മെയിനായിട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ സന്ധിയിൽ നമുക്ക് എന്തുണ്ടാവും, വേദന അനുഭവപ്പെടും, വേദന ഉണ്ടാവും, അപ്പോൾ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും. അങ്ങനെ തന്നെ രാവിലെ നമ്മൾ നീക്കുമ്പോൾ ചെറിയ നമ്പനെസ് ഒക്കെ ഉണ്ടാവും, തരിപ്പുണ്ടാവും, കയ്യിൽ തരിപ്പുണ്ടാവും, അല്ലെങ്കിൽ ബോഡി ഫുൾ തരിപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ തുടർച്ചയായി നമുക്ക് എന്തായാലും പനി വരും, പിന്നെ കുറച്ച് മാറും, പിന്നെയും വരും. അപ്പോൾ അങ്ങനെ ഫീവറായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നോണ്ടിരിക്കുക. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു മലബന്ധം. നമുക്കിപ്പോൾ ഒരു ആമവാദമുള്ള ഒരു രോഗിയോട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ അവരുടെ ശോധനയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത്ര ശരിക്കായിട്ട് ശോധന പോണില്ല. അപ്പോൾ ആ ശോധനയ്ക്ക് ഒരു കണ്ടീഷൻ അപ്പോൾ മലബന്ധം ഉണ്ടാവും. അങ്ങനെ തന്നെ അവർക്ക് വിശപ്പുണ്ടോ ചോദിച്ചാൽ അവർക്ക് വിശപ്പും കുറവായിരിക്കും. അങ്ങനെ തന്നെ അവരുടെ അഗ്നി കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, മലബന്ധത്തിൻ്റെ ഒരു സംഭവം അവിടെ ഉണ്ടാവും. അങ്ങനെ തന്നെ നമുക്ക് ഈ എല്ലിലൊക്കെ നല്ല തറയ്ക്കുന്ന പോലെ വേദന ഉണ്ടാവും. പിന്നെ ജോയിൻസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വേദന ഉണ്ടാവും. അത് കൂടാതെ തന്നെ അവിടെ നിന്നുണ്ടാവും സ്വെല്ലിങ് കാണാൻ കഴിയും. അപ്പോൾ അധികം ഈ ഒരു കുറച്ച് ക്രോണിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്വെല്ലിങ്ങിൻ്റെ അവിടെ ചുവപ്പ് കളറും കാണാൻ കഴിയും. പിന്നെ അതിൽ നമുക്കൊന്ന് അമർത്തി നോക്കി ജസ്റ്റ് ഒന്ന് തൊട്ടാൽ തന്നെ അവർക്ക് എന്തുണ്ടാവും, അസഹ്യനായിട്ടുള്ള വേദന ഉണ്ടാവും. അപ്പോൾ ടെൻഡർനെസ് അധികമായിരിക്കും. അങ്ങനെ തന്നെ അവർക്ക് കൈയൊക്കെ ഒന്ന് മടക്കാനും ഒന്നും കഴിയില്ല, നല്ല വേദന ഉണ്ടാവും അതിലും. അങ്ങനെ തന്നെ അവർക്ക് ഈ നടക്കുമ്പോൾ വേദന, ക്ഷീണം, തളർച്ച, അങ്ങനെ തന്നെ ഈ ഒരു തരിപ്പും വിറയലൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ചില സിംറ്റംസൊക്കെ നമുക്ക് ആ രോഗിയിൽ കാണാൻ കഴിയും. ഇനി അത് ക്രോണിക് സ്റ്റേജിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡിഫോർമിറ്റി കാണാൻ കഴിയും. നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സിനെ ഡിഫോർമിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് എത്താതെ നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അതാണ് ആയുർവേദത്തിൽ ഈ ഒരു ആമവാദം അല്ലെങ്കിൽ വാതക രോഗത്തിൻ്റെ ഒരു ഗുണം പറയുമ്പോൾ നമ്മൾ ആയുർവേദം കറക്റ്റായിട്ട് സേവിക്കുകയാണ്, അതിൻ്റെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക കണ്ടീഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഈ ഡിഫോർമിറ്റി ഒക്കെ പറയുമ്പോൾ ക്രോണിക് സ്റ്റേജിലൊക്കെയാണ് അങ്ങനെ വരാം. ഈ ഓരോ ഡിഫോർമ സ്ട്രക്ചേഴ്സും ഡിഫോർമിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഡയഗ്നോസിസ് ആയിട്ട് കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. സി റിയാക്റ്റീവ് പ്രോട്ടീൻ, CRP പറയും, ESR. അങ്ങനെ തന്നെ നമുക്ക് റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിച്ചത് ആമവാദം വരാനുള്ള കാരണങ്ങളും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് കാണാമെന്ന് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ചികിത്സാ രീതികളും വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോയിൽ എന്ത് ആവേണ്ട വെച്ചിട്ടാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മളായിട്ട് കൺസൾട്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പർ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഹായ് അയയ്ക്കുക. കൺസൾട്ടേഷൻ എന്ന് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കൺസൾട്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക. കണ്ടൻറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.